എനിക്ക് ട്രെയിനിങ് തരാൻ വേണ്ടി മാസ്റ്റർ KC വന്നിരുന്നു. അദ്ദേഹം റൂമിൽ വന്നിരുന്നു, കുറേ സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പം കൺസൾട്ടിങ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്താണ് അവസ്ഥ, അദ്ദേഹത്തിന് ചെറിയൊരു ഊരവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ കൺസൾട്ടിങ് തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പൾസൊക്കെ റീഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊക്കെ അദ്ദേഹവുമായി ഷെയർ ചെയ്തു. അതിനുശേഷം തെറാപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം വില്ലിങ്ങായി. അങ്ങനെ തെറാപ്പിയിലേക്ക് പോവാണ്. തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പുള്ളിക്ക് പെയിനുള്ള ഭാഗങ്ങളും പുള്ളീൻ്റെ പെയിൻ്റെ കാരണങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഞാൻ പുള്ളിയുടെ കാല് നോക്കിയപ്പോൾ കാല് രണ്ടും രണ്ട് ഹൈറ്റാണ്. പുള്ളിക്കാരൻ്റെ ഇടത് കാല് ഹൈറ്റ് കൂടുതലും വലത് കാല് കുറവാണ്. അപ്പോൾ ഒരു ഡൗട്ടായി, അത് പെൽവിക് ഡിസോർഡർ ആണോ അതോ ഇനി വല്ല ആക്സിഡൻറ്റും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, കാലിൽ വലിയൊരു മുറിവ് തന്നെയുണ്ട്. ആ മുറിവാണ് നിങ്ങളീ കാണുന്നത്. 15 വർഷം മുന്നേ സംഭവിച്ച മുറിവാണ്. ആ ആക്സിഡൻറ്റിന് ശേഷം പുള്ളി കുറച്ച് കാലേ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞ്. ബാക്കി തൈച്ചിയിലേക്ക് തന്നെ റീ എൻട്രി ചെയ്തു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നത്? കാരണം കാലിൻ്റെ സൈസ് അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിരുന്നു. തെറാപ്പിക്ക് ശേഷം പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ സൈസ് ഒരേപോലെയായി. അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷവാനുമാണ്. എങ്കിലും ഈ ഒരു ആക്സിഡൻറ്റുള്ള കാല് വെച്ചിട്ട് അദ്ദേഹം തൈജി ചെയ്യുന്നത് കണ്ട അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് പറയേയില്ല. അത്രയ്ക്ക് മനോഹരമായാണ് അദ്ദേഹം തൈജി പ്രാക്ടീസ് ചെയ്യുന്നത്. ഏതൊരു നെഗറ്റീവിലും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഇവരെ ഈ പോസിറ്റീവ് മൈൻഡ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബഹുമാനിച്ചേ മതിയാവും. ഇദ്ദേഹം തൈജിയിൽ അറിവുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. അറിവിൽ പാണ്ഡിത്യമുള്ള വ്യക്തി എന്ന് പറഞ്ഞാലേ അത് പൂർണ്ണമാകും. ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം വലിയൊരു അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു.